ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഇത് കറികളൊന്നുമില്ലാതെ ഒരു ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇതേപോലെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ നൂൽപുട്ട് അതുപോലെ തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. തേങ്ങയുടെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ടേസ്റ്റും കൂടുതലായിരിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കൈകൊണ്ടാണ് കുഴച്ചെടുക്കുന്നത്. സാധാരണ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അതൊഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയിൽ നിന്നുള്ള പാൽ കൂടി ആ ഗോതമ്പ് പൊടിയിലേക്ക് ഇറങ്ങും. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ച് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഗോതമ്പ് പൊടിയിൽ നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം വെള്ളത്തിൻ്റെ അളവ് വരിക കേട്ടോ. എനിക്ക് ഇതിലേക്ക് വന്നിട്ടുള്ള വെള്ളം ആ ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സും പിന്നെ ഒരു 1/4 ഗ്ലാസ്സുമാണ് ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു ദോശ ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. കലക്കിയതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം. ഇനി ഞാൻ ഇതിലേക്ക് 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാനൊരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് അത് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത് ചേർത്ത് കൊടുത്താൽ ഒരു എക്സ്ട്രാ സോഫ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്രയുള്ളൊരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ്സാണ് വെള്ളം ചേർത്തത്. അപ്പോൾ നോക്കാം, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഒരു ദോശമാവിൻ്റെ പരുവം. ഇനി ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ മാവ് ഒഴിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുത്താൽ മതി. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് വെന്ത് വരാൻ ഒരല്പം സമയമെടുക്കും. ഇത് സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റിനിൽ ഒരല്പം കൂടി സമയമെടുക്കും ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റിന് ഇതേപോലെ ചെയ്തെടുക്കുന്നതിന്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഹോൾസൊക്കെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ അതെ ഒരു 1.5 മിനിറ്റൊക്കെ കൊണ്ട് ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഓയിലാക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്കൊന്ന് മറിച്ചിടാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതെ ഒരെണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ദോശ മാതിരി പരത്തിയിട്ടും നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അധികം പരത്താതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.